കുരിയേറ്റൻ്റെ പള്ളിയിൽ വന്ന ഇവിടെ ഫോട്ടോ വെച്ചിട്ട് ഇടയ്ക്ക് വരാറുള്ളതാണ്. ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ അടിച്ച് കിട്ടുമെന്ന് വിചാരം. ലോട്ടറി എടുത്തതാണ്. അച്ഛൻ്റെ പള്ളി കുരിയച്ഛൻ്റെ പള്ളിയിൽ വന്നിട്ട് കൊണ്ട് കോടീശ്ശേരി ആയ പഠിച്ച് കിട്ടും. നോക്കിയിരുന്നാ മതി, അടിച്ചപ്പോൾ കിട്ടും. കമ്മലൊക്കെ മേടിച്ച് വെറുതെ തകർപ്പനായിട്ടുണ്ട്. ഇവിടെ കാണിച്ച് ഇത് കണ്ട കുരീശൻ്റെ പള്ളിയിൽ വരാനും വന്നിരിക്കാനും ഭയങ്കര ഒരു പ്രത്യേക സുഖ അനുഭൂതി. അപ്പുറത്തുള്ള ആ തിരക്കും കാര്യങ്ങളും നമ്മൾ കുറച്ചുള്ളിട്ട് ആ പള്ളിയുടെ അകത്തോട്ട് അങ്ങനെ കയറി ഒരു ശാന്ത അന്തരീക്ഷം അവിടെ. പിന്നെ ഞാനെപ്പോഴും വന്നത് കുട്ടി കയറാലോ മറൈൻ ഡ്രൈവിൽ നമുക്ക് ഫോട്ടോ ഇടയിൽ ബോട്ടിൽ തന്നെ ഒരു ഇതുണ്ടല്ലോ, അതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറേ ആഗ്രഹമായിരുന്നു ബോട്ടിലിങ്ങനെ പോകാനും എടുക്കാനൊക്കെ. ഞാൻ ആദ്യമായിട്ട് ബോട്ടിൽ കയറി പള്ളിയിട്ട് വരാൻ വേണ്ടി അമ്മ എന്തിനോ വേണ്ടി നേർച്ച ചേർന്നതാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ നേർച്ച അങ്ങ് അവിടെ പോയപ്പോൾ അങ്ങ് നടപ്പിലാക്കി. ആവശ്യമില്ലാണ്ട് നേർച്ചയൊക്കെ നേർന്നേക്കണേ, വെറുതെ മനുഷ്യനെ മുട്ട് കുത്തിക്ക് നോക്കണുണ്ട്. പള്ളിയിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത പറയാൻ പാടില്ല. ആ നേർച്ചയാന്നും പറഞ്ഞേ മനുഷ്യൻ മുട്ട് കുത്തിച്ച് നേരത്തേക്ക് മുട്ട് കുത്തിന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ട് കുത്തിയാലും ഒരു പ്രശ്നമില്ല. ഇല്ല, ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഇവരെക്കാളും കൂടുതലൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ പോയ അത്രയും പള്ളിയിലൊന്നും പോയിട്ടൊന്നുമില്ല. ശരി, സമ്മതിച്ചേ. ഞാനല്ലെന്ന് പറയാം. ഞാനിവിടെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. പെരുമ്പടത്തിൽ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഒന്നൊന്നര വർഷം ഞാൻ പള്ളിയുടെ അകത്ത് തന്നെയായിരുന്നു. നല്ല കാര്യമല്ലേ, ദൈവത്തിന്റെ അടുത്ത് നല്ല കാര്യം. ഇവര് എന്തെങ്കിലൊക്കെ പള്ളി കണ്ടെന്നും അപ്പൊ ഇനി ഇവിടുന്ന് പോണം. ഇവിടുന്ന് പോയിട്ട് അടുത്ത പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അവധി ദിവസമായപ്പോ ഇങ്ങനെ കറങ്ങണമെന്നൊക്കെ ഓർത്തിരുന്ന വെച്ചാ. അപ്പം പിന്നെ പള്ളിയിൽ നിന്നൊക്കെ അങ്ങ് ഇറങ്ങി. അപ്പൊ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് നല്ലൊരു ഊണ് കഴിക്കണമെന്ന്. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏറ്റവും അവസാനം തറവാട്ടിൽ പോയി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാറില്ല. എല്ലാത്തിനും ഉപ്പും ചെമ്മീൻ റോസ്റ്റ് അടിച്ചിട്ടുണ്ടായി. എൻ്റെ പൊന്നോ, ചെമ്മീൻ റോസ്റ്റിലൊക്കെ ഒടുക്കത്തെ മണ്ണുകടി. ഞാൻ കുറ്റം പറയണല്ലോ കേട്ടോ, ഞാൻ അധികം കാണിച്ചില്ല. ഞാൻ നല്ല ഫുഡായിരിക്കും എന്ന് ഓർത്ത് അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ പോയ ഹോട്ടലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ സുഭാഷ് പാർക്കിൻ്റെ അകത്തോട്ട് പോയി. അതെ, സുഭാഷ് പാർക്കില കുറേ നാളായി കൊണ്ടുപോകണം പറഞ്ഞിട്ട് തലയ്ക്ക് സൗകര്യം ഉണ്ടായില്ല. ഇപ്പോഴേ അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഇത് കൊണ്ടുവന്ന് ഇപ്പോൾ പാർക്കിൽ കൊണ്ടുവന്ന് ഇറക്കിയുള്ളൂ. ഇനി എൻ്റെ ഇതിലൊക്കെ ആയിക്കോട്ടെ, ഇത് മുമ്പിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാനവിടെ കിടക്കുന്ന കസേര അടിച്ചുമ്പോൾ ബെഞ്ചിൻ ഡെസ്ക് എന്താ സംഭവം അവിടെ അങ്ങ് ചാരി അങ്ങ് ഇരിപ്പം ഉറപ്പിച്ചേ. എന്നിട്ട് ഞാനെന്ത് അപ്പുറത്തോട്ട് ഒരു പെങ്കൊച്ചൊക്കെ നടത്തു കൊടുത്തു. അപ്പം ഞാനെന്ത് പയ്യനെ ആ കണ്ണടയൊക്കെ അങ്ങ് എടുത്താൽ ഞാനങ്ങ് വച്ച് കണ്ണിലങ്ങ് വച്ച്. പറഞ്ഞോ, കാണാനൊന്നുമില്ല, കാണാൻ ഭംഗിയൊന്നുമില്ല. എന്നാലും എവിടെ ഒരു പിച്ചക്കാരി ഇരിപ്പുണ്ട്. അത് കണ്ടാലും അറിയാം, തീ ഇരിക്കണ കണ്ടില്ലേ. ശരി നന്നായി. അങ്ങ് ദൂരത്ത് ഒരു കപ്പല് കണ്ട, കപ്പല് എന്ത് കാറ്റ് എന്തൊക്കെ പൊട്ടത്തരന്ന് പറയണ്ടിരുന്നു. അപ്പോൾ നേടാ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് വേറെ വിദൂരതയിലേക്ക് നോക്കിയിരുന്ന് വെറുതെ അണ്ടി പോയി അണ്ണാൻ്റെ കൂട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറേ നേരം ബിന്ദുവിൻ്റെ പൊട്ടത്തരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ സുഭാഷ് പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിട്ട് പോകുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു മിനി ബ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.